കിഫ്ബി റോഡുകളിൽ നിന്നുള്ള ടോൾ പിരിക്കൽ നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കടത്തിന്റെ കാണാക്കയത്തിലേക്ക് കിഫ്ബി കേരളത്തെ എത്തിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. എന്നാൽ കിഫ്ബി മുന്നോട്ട് തന്നെയെന്നും പദ്ധതികൾ പൂർത്തിയാക്കുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. സംസ്ഥാനത്ത് തേനും പാലും ഒഴുക്കുമെന്ന് പ്രഖ്യാപിച്ച് ആരംഭിച്ച കിഫ്ബി ഇന്ന് ട്രിപ്പും ബൂസ്റ്റും കൊടുത്ത് കിടത്തിയിരിക്കുന്ന അവസ്ഥയിലാണെന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ റോജി എം ജോൺ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ ജനങ്ങളുടെ ബാധ്യതയായി കിഫ്ബി മാറിയിരിക്കുകയാണെന്നും കിഫ്ബിയുടെ മറവിൽ കേരളത്തിൽ കേട്ടോൾ കൊണ്ടുവരാൻ സർക്കാർ ശ്രമിക്കുകയാണെന്നും MLA പറഞ്ഞു. സർ, ബജറ്റിന് പുറത്ത് കടമെടുത്ത് സംസ്ഥാനത്ത് തേനും പാലും ഒഴുക്കുമെന്ന് കൊട്ടിഘോഷിച്ച് രൂപീകരിച്ച കിഫ്ബി ഇന്ന് നമ്മുടെ കേരളത്തിന് തന്നെ ഒരു വലിയ ബാധ്യതയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സർ, സർക്കാരിന്റെ ധൂർത്തും അഴിമതിയും പിൻവാതിൽ നിയമനങ്ങളുടെയും കേന്ദ്രമായി കിഫ്ബി മാറുകയും ഇതിന്റെ എല്ലാം പാപഭാരം ഇപ്പോൾ പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചതുപോലെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനാണ് ഇപ്പോൾ കിഫ്ബി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കിഫ്ബി വിഷയത്തിലും ധനമന്ത്രി പതിവ് പോലെ കേന്ദ്രത്തെ പഴിചാരി. ഇവിടെ കിഫ്ബിക്ക് ഇപ്പം ഡ്രിപ്പ് നൽകേണ്ട കാര്യമൊന്നുമില്ല. ആ പദ്ധതികൾ എവിടെയാണ്? ഈ 35,000 കോടി രൂപയാണ്. ഞാൻ പറയുന്നു, ഈ ഗവൺമെന്റിന്റെ കാലാവധി കഴിയുമ്പോൾ 35,000 കോടി രൂപയിലെങ്കിലും ഇപ്പം തന്നെ വർക്ക് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തതല്ല അതുപോലെ വരത്തില്ല. പല സ്ഥലത്തും എന്തുകൊണ്ടാണ് ലാൻഡ് എടുക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് അവിടെ അനുമതി കിട്ടാത്തത്? ഇവിടെ ഇരിക്കുന്ന MLA-മാർക്ക് അറിഞ്ഞൂടെ? ആ സാങ്കേതിക അനുമതിയെല്ലാം ശരിയാക്കി ഈ കാര്യങ്ങൾ വരും. കടത്തിന്റെ കാണാക്കയത്തിലേക്ക് കിഫ്ബി കേരളത്തെ എത്തിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തിന്റെ ബജറ്റിന് മുകളിലുള്ള ബാധ്യതയായി കിഫ്ബി മാറിയെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഈ പണം എന്ന് പറയുന്നത്, കിഫ്ബിയുടെ പണം എന്ന് പറയുന്നത് നിങ്ങളുടെ ആരുടെയും തറവാട്ട് സ്വത്ത് വിറ്റ് ബാങ്കിലിട്ടിരിക്കുന്ന പണമല്ല. കിഫ്ബി ഇപ്പോൾ സംസ്ഥാനത്തിന് ഒരു ബാധ്യതയായിരിക്കുന്നു, സംസ്ഥാനത്തിന്റെ ബജറ്റിന് ബാധ്യതയായിരിക്കുന്നു. ഇതിന് ആവശ്യമില്ലാത്ത പണം പ്ലാനിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് വലിയ തുക, 50% തുക പ്ലാനിൽ നിന്ന് കട്ട് ചെയ്യേണ്ട ഗതികേടിലേക്ക് വരുന്നത്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.